നമസ്കാരം. ചരിത്രമേറെ പറയാനുണ്ട് തമിഴ് രാഷ്ട്രീയത്തിന്. അതിൽ തന്നെ സിനിമയുടെ സ്വാധീനം വളരെ വലുതാണ്. തമിഴ്നാട്ടിൽ സിനിമാക്കാരില്ലാത്ത ഒരു രാഷ്ട്രീയ യുഗവും ഇതുവരെ കടന്നു പോയിട്ടില്ല. എംജിആറും ജയലളിതയും ഇന്നിതാ ദളപതി വിജയ് വരെ എത്തി നിൽക്കുന്നു. സിനിമയിലെ ഭ്രമം ജീവിതത്തിലും അതേപടി പ്രാവർത്തികമാക്കുന്ന തമിഴ്നാട്ടിലെ ജനങ്ങൾ ഇഷ്ടതാരങ്ങളുടെ രാഷ്ട്രീയ പരിവേഷത്തിൽ മതിമറക്കുന്നവർ കൂടിയാണ്. പക്ഷേ ചരിത്രം പരിശോധിച്ചാൽ അവരുടെ തീരുമാനങ്ങളൊന്നും ഇതുവരെ തെറ്റിയിട്ടുമില്ല. ക്യാമറയ്ക്ക് മുന്നിലെ മിടുക്ക് ജനാധിപത്യത്തിലും ഫലവത്താക്കിയാണ് പലരും കളം വിട്ടിട്ടുള്ളത്. എത്രയൊക്കെ താരങ്ങൾ വന്നു പോയാലും ദ്രാവിഡ മണ്ണിൽ പക്ഷേ എംജിആറും ജയലളിതയും ഉണ്ടാക്കിയ ഒരു ഓളമുണ്ടല്ലോ, അതൊന്നും എത്ര വർഷം കഴിഞ്ഞിട്ടും ആർക്കും അതിനോളം എത്താൻ സാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. വിജയുടെ വരവ് അതിനെയെല്ലാം തിരുത്തി കുറിക്കുമോ എന്നാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. കാരണം തമിഴ് മണ്ണിൽ ജോസഫ് വിജയ് ചന്ദ്രശേഖർ എന്ന വിജയ്ക്കുള്ള സ്വാധീനം അത്രത്തോളം വലുതാണ്. കേരളം, ആന്ധ്രാപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ സിനിമയിൽ നിന്നും രാഷ്ട്രീയ പ്രവേശനവും അതിനുള്ള ശ്രമങ്ങളും ഒക്കെ നടന്നിട്ടുണ്ടെങ്കിലും തമിഴ്നാട്ടിലുള്ള അത്ര മുന്നേറ്റം ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. പല സംസ്ഥാനങ്ങളിലും താരങ്ങൾ തങ്ങളുടെ ജനപ്രീതി ഒരു ചവിട്ടുപടിയായി പ്രയോഗിക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും ഭൂരിഭാഗവും പച്ച പിടിച്ചിരുന്നില്ല. സൂപ്പർ സ്റ്റാർ പദവി കൊണ്ട് മാത്രം ആ പിന്തുണ ലഭിക്കില്ല. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് സ്വന്തം രാഷ്ട്രീയ പാർട്ടിയുടെ രൂപീകരണം വരെ എത്തി പിന്തിരിഞ്ഞു പോയ രജനീകാന്തും മക്കൾ നീതി മയ്യം എന്ന പാർട്ടി ഉണ്ടാക്കി വിജയം തൊടാനാകാതെ പിന്നോട്ട് പോയ ഉലകനായകൻ കമൽഹാസനും. സിനിമയിലൂടെ നേടിയ ജനപ്രീതി മാത്രം പോരാ ജനപിന്തുണയ്ക്ക് എന്നതാണ് സത്യം. ജനങ്ങളെ സേവിക്കാനുള്ള കഴിവ് അവർക്കുണ്ട് എന്ന ജനങ്ങളുടെ ആത്മവിശ്വാസമാണ് ഓരോ രാഷ്ട്രീയക്കാരനെയും വിജയിപ്പിക്കുന്നത്. അഭിനയ രാജാവായ ശിവാജി ഗണേശൻ മുതൽ വിജയകാന്ത്, ശരത് കുമാർ, കർണാസ്, കെ ഭാഗ്യരാജ, കാർത്തിക്, ഖുഷ്ബു സുന്ദർ, രാധാരവി വരെയുള്ള സിനിമാ താരങ്ങൾ ചെറുതും വലുതുമായ പ്രസ്ഥാനങ്ങളിലൂടെ കരകയറാൻ ശ്രമിച്ചെങ്കിലും ജനങ്ങൾക്കിടയിൽ കാര്യമായ സ്വാധീനം ചെലുത്താൻ ഇവർക്കാർക്കും സാധിച്ചിരുന്നില്ല. സിനിമാക്കാരനാകാൻ എളുപ്പമാണ്, പക്ഷെ നല്ലൊരു രാഷ്ട്രീയക്കാരനാകാൻ വലിയ പാടാണെന്നാണ് പൊതുവെ പറയുന്നത്. അന്തരിച്ച വിജയകാന്ത് മാത്രമായിരുന്നു എംജിആറിന് ശേഷം രാഷ്ട്രീയത്തിൽ കുറച്ചെങ്കിലും പറയത്തക്ക വിധത്തിലുള്ള നേട്ടം കൈവരിച്ചിട്ടുള്ളത്. എംജിആറിനൊപ്പം സ്ക്രീനിൽ ജോഡിയായ പ്രധാന നായികമാരിൽ ഒരാളായിരുന്നു ജയലളിത. എംജിആർ തന്നെയാണ് അവരെ ദ്രാവിഡ പാർട്ടിയിൽ ചേർത്തത്. 1984 എംജിആർ വൈദ്യ ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോകുന്നത് വരെ പാർട്ടി റാലികളിൽ അദ്ദേഹത്തോടൊപ്പം പതിവ് സാന്നിധ്യമായിരുന്നു ജയലളിത. രാഷ്ട്രീയത്തിൽ ജയലളിതയുടെ ജനപ്രീതി എംജിആറിൽ നിന്നാണ് ആരംഭിച്ചത്. പിന്നീട് അങ്ങോട്ട് ജയലളിതയുടെ കാലമായിരുന്നു. തലേവിയുടെ വരവോടെ തമിഴ് മക്കളുടെ പിന്തുണ അപ്പാടെ അങ്ങോട്ട് ചരിഞ്ഞു. തമിഴകത്തിന്റെ അമ്മയായി മാറിയ തലേവി 6 തവണയാണ് തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്നത്. എംജിആറിന്റെ പിൻഗാമിയായി എത്തിയ തലേവി അധികാരം അതിന്റെ എല്ലാ സാധ്യതകളോടെയും ഉപയോഗിക്കാൻ പഠിച്ച രാഷ്ട്രീയ നേതാവ് തന്നെയായിരുന്നു. തമിഴ് രാഷ്ട്രീയത്തിൽ എംജിആറിനും ജയലളിതയ്ക്കും ശേഷം ഒരു ചലച്ചിത്ര താരത്തിനും അത്രത്തോളം ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കാതെ നിൽക്കുന്ന ഒരു സമയത്താണ് തന്റെ 49ാമത്തെ വയസ്സിൽ ജോസഫ് വിജയ് ചന്ദ്രശേഖർ തമിഴ് രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെക്കുന്നത്. ഇന്ന് തമിഴ് സിനിമാ ലോകത്തെ തളപതി പട്ടം അലങ്കരിക്കുന്ന വിജയ് കരിയറിന്റെ പീക്ക് ടൈമിൽ നിൽക്കുമ്പോഴാണ് ഈ ഒരു നിർണായക തീരുമാനത്തിൽ എത്തിയിരിക്കുന്നത്. തമിഴക വെട്രിക്കഴകം എന്ന പാർട്ടിയുമായി ഇറങ്ങിത്തിരിച്ച വിജയിയുടെ പ്രവേശന സമയം ഒരു കണക്കിന് നല്ല സമയത്ത് തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിനോടകം തന്നെ വൻതോതിലുള്ള പിന്തുണയും വിജയ്ക്കും പാർട്ടിക്കും ലഭിച്ചിട്ടുണ്ട്. 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ DMK-യുടെ പ്രധാന മുഖമായി ഉദയനിധി സ്റ്റാലിനെ മാറ്റാനും DMK ലക്ഷ്യമിടുന്നുണ്ട്. വിജയ്ക്കും ഏറ്റവും നിർണായകമായ ദിവസങ്ങളാണ് വരാൻ പോകുന്നത്.